നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സീരിയൽ പോർട്ടിനെ കുറിച്ചൊക്കെ പഠിച്ചു. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട്. പിന്നെ നമ്മൾ ഇൻ്റർഫേസിംഗ് ആണ് പഠിക്കുന്നത്. പലതരം ഇൻ്റർഫേസിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ 8255 ഇൻ്റർഫേസിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. PPI പ്രോഗ്രാമിംഗ് വെച്ചിട്ട് 8255ൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഗ്രാമിംഗ് PPI പ്രോഗ്രാമിംഗ് ആണ്. PPI എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ PPI 825 ഈസ് എ ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഡിസൈൻ ടു ഇൻ്റർഫേസ് ദ CPU വിത്ത് ഇസ് ഔട്ട്സൈഡ് വേൾഡ് സച്ച് ആസ് ADC, DAC, കീബോർഡ് എക്സെട്ര. അതായത് നമ്മൾ ഒരു ഇൻ്റർഫേസിങ്, അതായത് CPU-മായിട്ട്, മൈക്രോ കൺട്രോളറിൻ്റെ CPU-മായിട്ട് ഔട്ട്സൈഡ് വേൾഡിനെ ഇൻ്റർഫേസ് ചെയ്യാൻ നമുക്കറിയാം. നമുക്ക് കിട്ടുന്നത് ഫിസിക്കൽ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. മൈക്രോ കൺട്രോളറിലുള്ളത് എന്ന് പറഞ്ഞാൽ സിഗ്നൽസാണ്. ലോ സിഗ്നൽ, ഹൈ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് എന്തിൽ നിന്ന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, 8255 എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതായത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ, മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് സെൻട്രൽ പ്രോഗ്രാമിംഗ് CPU ആയിരിക്കും. അതിൻ്റെ പെറിഫറൽസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻ്റർഫേസിനുള്ള IC-കൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇൻപുട്ട് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിഗ്നൽസും ആയിരിക്കും. ഔട്ട്പുട്ടിൽ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും, സിഗ്നൽസും, ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ആയിരിക്കും. വി ക്യാൻ പ്രോഗ്രാം ഇറ്റ് അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൾമോസ്റ്റ് എനി മൈക്രോ പ്രോസസ്സർ. It consists of 3 8-bit bilateral I/O ports, port A, port B and port C. We can assign different ports and input or output functions. അതായത് 3 ഡിഫറെൻറ്റ് പോർട്ടുകളായിട്ട്, 8 ബിറ്റുള്ള പോർട്ടുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പോർട്ട് A, പോർട്ട് B, പോർട്ട് C. ഇപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളറിലെ IO പോർട്ടുകൾ പറയുന്നത് പോലെ തന്നെ മൈക്രോ കൺട്രോളറിലെ IO പോർട്ടുകൾ എന്ന് പറയുന്നത് പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 4 അങ്ങനെയായിരുന്നു, പോർട്ട് 3 അങ്ങനെയായിരുന്നു. ഇതിൽ 3 8 ബിറ്റ്, അത് D0 മുതൽ D7 വരെയുള്ള 8 ബിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പോർട്ട് A, പോർട്ട് B ആൻഡ് പോർട്ട് C ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വി ക്യാൻ അസൈൻ ഡിഫറെൻറ്റ് പോർട്ട്സ് ആസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. ഇൻപുട്ട് ഫംഗ്ഷൻസിനും അതുപോലെ ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പോർട്ട്സ് ആണ്. ഓക്കെ, അതാണ് PPI 8255 എന്ന് പറയുന്ന പെരിഫറൽ ഇൻ്റർഫേസുകൾ വെച്ച് പെരിഫറൽ ഇൻ്റർഫേസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ നമ്മൾ എല്ലാ മൈക്രോ കൺട്രോളറിൻ്റെ ആയാലും അതുപോലെ തന്നെ നമ്മൾ CRO അങ്ങനെ പല എന്ത് കാര്യങ്ങളായാലും നമുക്ക് അതിനുള്ള ബ്ലോക്ക് ഡയഗ്രാംസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആർക്കിടെക്ചറുകൾ ഉണ്ടാവും, ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ഇൻറ്റേർണൽ ആർക്കിടെക്ചറുകൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ PPIയുടെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് പവർ സപ്ലൈ എന്ന് പറയുന്നത് 5 വോൾട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡാറ്റാ ബസ്സിൻ്റെ ബഫറുണ്ട്, ബൈലാറ്ററൽ ഡാറ്റാ ബസ് ഉണ്ട്, D0 to D7. അതുപോലെ തന്നെ റീഡ് ആൻഡ് റൈറ്റ് ലോജിക് കൺട്രോൾ ഉണ്ട്, ഗ്രൂപ്പ് B കൺട്രോൾ ഉണ്ട്, ഗ്രൂപ്പ് A കൺട്രോൾ ഉണ്ട് അല്ലേ. 2 ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് കാണാൻ പറ്റും, ഗ്രൂപ്പ് A ഗ്രൂപ്പ് B. ഗ്രൂപ്പ് Aയിലുള്ള ഇതാണ് എന്ത് വരുന്നത്, പോർട്ട് Aയും പോർട്ട് Bയും, അതുപോലെ പോർട്ട് C അപ്പർ 4, പോർട്ട് C ലോവർ 4, പോർട്ട് B. പോർട്ട് Aയും അതുപോലെ അത് ഗ്രൂപ്പ് Aയിലാണ്. പോർട്ട് C അപ്പർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് Aയിലാണ്. പോർട്ട് C അപ്പർ എന്ന് പറയുന്നതും ഗ്രൂപ്പ് Aയിലാണ്. പോർട്ട് C ലോവർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് Bയിലാണ്. അതുപോലെ തന്നെ പോർട്ട് B എന്ന് പറയുന്നത് എന്തിലാണ്, ഗ്രൂപ്പ് B കൺട്രോളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലാണ് PA0 to PA7, അതുപോലെ തന്നെ 7 to 4 ആണ് എന്തിൽ വരുന്നത്, അപ്പറിൽ വരുന്നത്. അത് 3 to PC-യിൽ 3 to 0 ആണ് എന്തിൽ വരുന്നത്, ഗ്രൂപ്പ് Bയിൽ വരുന്നത്. അതുപോലെ PB7 to PB0, അതായത് പോർട്ട് B ഫുള്ളും എന്തിലാണ് വരുന്നത്, ഗ്രൂപ്പ് Bയിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്. അത് എല്ലാതും ബൈലാറ്ററൽ, അതായത് ബൈഡയറക്ഷണലാണ്. ഓക്കെ, അതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് ബസ്സുകൾ മൊത്തം ഗ്രൂപ്പുകൾ മൊത്തം അല്ലെങ്കിൽ പോർട്ടുകൾ മൊത്തം ബൈലാറ്ററലാണ്. ഓരോ ഗ്രൂപ്പിലേക്കും വരുന്നതാണ് പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ ഡാറ്റാ ബസ്സുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് ഡാറ്റാ ബസ് ബഫർ, എന്താണ് റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ, പിന്നെ എന്താണ് ഗ്രൂപ്പിൻ്റെ കൺട്രോളിങ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പ് Aയും ഗ്രൂപ്പ് Bയും വരയ്ക്കുക,
അതുപോലെ തന്നെ പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി. അതിൽ പോർട്ട് എയും പോർട്ട് ബിയും ഏറ്റവും മുകളിലും ഏറ്റവും അടിയിലും വരയ്ക്കുക. പോർട്ട് സീന് എന്തായിരിക്കുക, നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ പോർട്ട് സി അപ്പറും പോർട്ട് ബി ലോവറും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. പിന്നെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റായിട്ട് ഡാറ്റ ബഫറും അതുപോലെ റീഡ് ആൻഡ് റൈറ്റ് കൺട്രോളുമാണ്. റീഡ് ആൻഡ് റൈറ്റ് കൺട്രോളിൽ റീഡ് ഉണ്ടാവും, റൈറ്റ് ഉണ്ടാവും, A1 A0 ഉണ്ടാവും, റീസെറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കൺട്രോൾ സെറ്റിങ്സും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചറുകൾ എന്ന് പറയുന്നത്, അതായത് PPIയുടെ ഫീച്ചറുകൾ എന്ന് പറയുന്നത് മൾട്ടി പോർട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ്. അതായത് മൾട്ടി പോർട്ടാണ്, രണ്ട് പോർട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 40 പിൻസ്, 40 പിന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റ്സ് ഇൻ 5 വോൾട്ട് റെഗുലേറ്റർ പവർ വോൾട്ട് സപ്ലൈ. അതായത് നമ്മൾ പവർ സപ്ലൈ പുറത്ത് ഇതിൽ കാണിച്ചിട്ടുണ്ട്, 5 വോൾട്ട് പവർ സപ്ലൈ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പ്രോഗ്രാമബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ഹാവിങ് സൈസ് 8 ബിറ്റ്സ്. 2 എന്തുണ്ട്, പ്രോഗ്രാമബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ഉണ്ട് ഈ 8 ബിറ്റുള്ള. 2 പ്രോഗ്രാമബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ആർ സൈസ് 4 ബിറ്റ്. അതായത് 8 ബിറ്റുള്ള 2 പോർട്ടും 4 ബിറ്റ് വീതമുള്ള 2 പോർട്ടും ഉണ്ട്. അതായത് പോർട്ട് സി എന്ന് പറയുന്നത് എന്താണ്, 4 ബിറ്റ് ഒന്നും 4 ബിറ്റ് 2 ആയിട്ടാണ്. വി കാൾ ഇറ്റ് പോർട്ട് ബി, പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി അപ്പർ ആൻഡ് പോർട്ട് സി ലോവർ. അതായത് 8 ബിറ്റുള്ള പോർട്ട് എയും 8 ബിറ്റുള്ള പോർട്ട് ബിയും അതുപോലെ പോർട്ട് സി അപ്പറും ഉണ്ട്, അതുപോലെ പോർട്ട് ബി എന്തുണ്ട്, അല്ല പോർട്ട് സി ലോവറും ഉണ്ട്. പോർട്ട് സി അപ്പറും പോർട്ട് സി ലോവറും എന്ത് ചെയ്യുന്നുണ്ട്, 4 ബിറ്റ് വീതമുള്ളത്. അതായത് അതൊരു 8 ബിറ്റാണ് പോർട്ട് സി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ 2 ബിറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒന്നാമത്തെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡാറ്റ ബസ് ബഫറാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ ഇൻറ്റേർണൽ ബസ് ഓഫ് എച്ച് വിത്ത് സിസ്റ്റം ബസ്. അതായത് ഇൻറ്റേർണൽ ബസ്, അതായത് 8255 എന്തായിട്ട് സിസ്റ്റം ബസ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ ഡാറ്റ ബഫർ എന്ന് പറയുന്നത്. ദ ഡാറ്റ ബസ് ബഫർ അലോസ് ദ റീഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോംഡ് ഫ്രം ടു ദ CPU. The buffer allows the passing of data from ports register to CPU in the case of write operation, from CPU to ports or status register in case of read operation. അതായത് ഈ ഡാറ്റ ബസ് ബഫർ എന്ന് പറയുന്നത് SBUFൻ്റെ പോലെയുള്ളൊരു സാധനം തന്നെയാണ്. അതായത് ബഫർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ട്രാൻസ്ലേറ്റർ പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ സിസ്റ്റം ബഫർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു സിസ്റ്റത്തിനെ CPU-മായിട്ട്, അതായത് 8255-നെ നമ്മൾ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ CPUയിലേക്ക് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അതായത് അവിടെ നിന്ന് എടുത്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സിഗ്നൽസോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഫങ്ഷൻസാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യാണ്, എടുത്തിട്ട്, അതായത് മൂന്നാമത്തെ പോയിന്റ് നോക്കി മനസ്സിലാക്കുന്നത് ബസർ അലോ ടു പാസിങ് ദ ഡാറ്റ ഫ്രം പോർട്ട്സ് ഓർ കൺട്രോൾ രജിസ്റ്റർ ടു CPU. അതായത് കൺട്രോൾ രജിസ്റ്ററിൽ നിന്നോ ഇതിൻ്റെ പോർട്ടിൽ നിന്നോ CPUയിലേക്ക് അത് അലോ ചെയ്യാൻ, അതിന് മനസ്സിലാകുന്ന രീതിയിൽ CPUയിലേക്ക് കൊടുക്കുകയാണ്. എന്ത് ചെയ്യുമ്പോൾ, നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അതിലേക്ക് എഴുതുകയാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, CPU ഇതിൽ നിന്ന് പോർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ, അതായത് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണല്ലോ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇൻപുട്ട് പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതിനെന്ത് ചെയ്യാണ്, CPUവിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രം CPU ടു പോർട്ട്സ് ഓർ സ്റ്റാറ്റസ് രജിസ്റ്റർ ഇൻ ദ കേസ് ഓഫ് റീഡ് ഓപ്പറേഷൻ. അതായത് അതുപോലെ തന്നെ CPU അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിൽ നിന്ന് എടുത്തിട്ട് അത് PPI 8255 മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക. ആ ഒരു കൊടുക്കൽ വാങ്ങൽ ട്രാൻസ്ലേഷനാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ ബസ് ബഫർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ ലോജിക്. ദിസ് യൂണിറ്റ് മാനേജസ് ദ ഇൻറ്റേർണൽ ഓപ്പറേഷൻ ഓഫ് ദ സിസ്റ്റം. ദിസ് യൂണിറ്റ് ഹോൾഡ്സ് ദ അബിലിറ്റി ടു കൺട്രോൾ ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം കൺട്രോൾ ഓർ സ്റ്റാറ്റസ് വേർഡ് ബോത്ത് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി. അതായത് നമുക്കറിയാം റീഡ് ആൻഡ് റൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്, അല്ലേ? റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ പ്രോഗ്രാമിംഗ് ആണ്. എങ്ങനെ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യാം, മാനേജ് ചെയ്യാം എന്നുള്ളത് ആണ് എന്തിൽ നോക്കുന്നത്, റീഡ് ആൻഡ് റൈറ്റ് ലോജിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ CS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ലോ ഇൻപുട്ട് പിൻ ഫോർ 8255. ഇഫ് ദിസ് പിൻ അറ്റ് ലോജിക് 0 the 8255 ചിപ്പ് ഈസ് സെലക്റ്റഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മൈക്രോ പ്രോസസർ. അതായത് CS എന്ന് പറയുന്ന പിന്ന് എന്താവുകയാണ്, ലോ ഇൻപുട്ടാണ്. ലോജിക്ക് 0 ആവുമ്പോഴാണ് മൂപ്പർ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇത്
സീറോ ലോയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സീറോ ആകുമ്പോഴാണ് വർക്ക് ചെയ്യുക. അത് ഇത് ഈ പിന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ സീറോ ആവുമ്പോൾ എന്താണ്, ചിപ്പിനെ എന്ത് ചെയ്യാം, നമുക്ക് മൈക്രോ പ്രോസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡി ആവും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് സി എസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സി എസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഏതിൽ വരുന്നത് തന്നെയാണ്, റീഡ് ആൻഡ് റൈറ്റ് ലോജിക്കിൽ വരുന്നത് തന്നെ ആണ്. അതുപോലെ തന്നെ റൈറ്റ് പോലെ തന്നെയാണ് റീഡ്. ഇറ്റ് ഈസ് ദ സിഗ്നൽ യൂസ്ഡ് ഫോർ റീഡ് ഓപ്പറേഷൻ. എ ലോ സിഗ്നൽ അറ്റ് ഇറ്റ്സ് പിൻ ഷോസ് ദ CPU പെർഫോമിംഗ് റീഡ് ഓപ്പറേഷൻ അറ്റ് ദ പോർട്സ് ഓഫ് സ്റ്റാറ്റസ് വേർഡ്, ഓർ വി ക്യാൻ സേ ദാറ്റ് 8255 ഈസ് പ്രൊവൈഡിംഗ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ടു CPU ത്രൂ ഡാറ്റ ബഫർ. ഓക്കെ, അപ്പോൾ അതായത് 825നെ ഡാറ്റ ഓർ ഇൻഫർമേഷൻ ടു ദ CPU ത്രൂ ഡാറ്റ ബഫർ. ഡാറ്റ ബഫറിന് അങ്ങോട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ലോ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റീഡ് ഓപ്പറേഷൻ നടക്കുന്നത്. ലോ സിഗ്നലാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, റീഡ് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ലോ ആയിക്കഴിഞ്ഞാൽ ഈ പിന്നെന്താവും, റീഡ് ഓപ്പറേഷൻ പോർട്ട് ചെയ്യണം. അല്ല എന്താ റൈറ്റ് ആണെങ്കിൽ, അപ്പോൾ റൈറ്റ് ആണെങ്കിൽ ഹൈ ഓപ്പറേഷൻ ആണെങ്കിൽ, റീഡ് ആണെങ്കിൽ ലോ ഓപ്പറേഷൻ ആയിരിക്കും മിക്കവാറും. ഓക്കെ, ആ പിന്നുകളുടെ വേരിയേഷനും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ, ഇറ്റ് ഈസ് എ റൈറ്റ് ഓപ്പറേഷൻ. ലോ സിഗ്നൽ അറ്റ് ഇറ്റ്സ് പിൻ അലോസ് ദ CPU പെർഫോം റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഓരോ എല്ലാ പിന്നും ഇത് ലോ ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും ഓരോന്നിനും ഓരോ പിന്നുകളാണുള്ളത്. ഓരോന്നിനും ഓരോ പിന്നുകൾ, റീഡ് റൈറ്റിന് ഓരോ പിന്നുകളുണ്ട്. റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ റീഡ് പിന്ന് ലോ ആകുമ്പോഴാണ് റീഡ് ഓപ്പറേഷൻ നടക്കുന്നത്. റൈറ്റ് പിന്ന് എന്താകുമ്പോൾ ലോ ആകുമ്പോഴാണ് എന്ത് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ, ലോ സിഗ്നൽ ദിസ് പിൻസ് അലോ CPU പെർഫോം റൈറ്റ് ഓപ്പറേഷൻ ഓവർ എ പോർട്സ് ഓർ കൺട്രോൾ രജിസ്റ്റർ 8255 യൂസിങ് ദ ഡാറ്റാ ബസ് ബഫർ. ത്രൂ എന്താണ്, ഡാറ്റാ ബസ് ബഫർ വഴി തന്നെയാണ് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞത് A0 A1 ആണ്. ദീസ് ആർ ബേസിക്കലി യൂസ് ടു സെലക്ട് ദ ഡിസൈഡ് പോർട്ട്. ഏത് പോർട്ട് യൂസ് ചെയ്യണം എന്ന്, ഇപ്പോൾ സീരിയൽ പോർട്ടിലായാലും അതുപോലെ തന്നെ ടൈമർ മോഡിലായാലും നമ്മൾ മോഡ് കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്, M0 M1 അല്ലെങ്കിൽ പിന്നെ ടൈമറിൽ T0 T1 എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, A0യും A1ഉം യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഫോംസ് കണക്ഷൻ വിത്ത് ദ LSB ഓഫ് ദ അഡ്രസ് ബസ്. ദ ടേബിൾ ഷോസ് ദ ഓപ്പറേഷൻ ഓഫ് ദ കൺട്രോൾ സിഗ്നൽസ്. അതായത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ആ ടേബിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണം, ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതായത് ഇത് നമ്മൾ പഴയ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ M1 M2 അല്ലെങ്കിൽ T1 T2 പറഞ്ഞ T0 T1 M0 M1 SM0 SM1 പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് A1 A0. A1 00 ആണെങ്കിൽ പോർട്ട് A, 01 ആണെങ്കിൽ പോർട്ട് B, 10 ആണെങ്കിൽ പോർട്ട് C, 11 ആണെങ്കിൽ കൺട്രോൾ പോർട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്ന് പറയുന്നത് പോർട്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് നെക്സ്റ്റ് പിന്നാണ് പറയുന്നത്, അതിൽ റീഡ് ആൻഡ് റൈറ്റ് കൺട്രോളിനുള്ളതാണ് എന്ത്, റീസെറ്റ്. ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഹൈ സിഗ്നൽ, ഇറ്റ് ഷോസ് ദ റീസെറ്റിംഗ് ഓഫ് PPI. അതായത് ഈ സിഗ്നൽ ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ, റീസെറ്റ് സിഗ്നൽ ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, മൊത്തം സിസ്റ്റത്തിനെ റീസെറ്റ് ചെയ്യും. എ ഹൈ സിഗ്നൽ അറ്റ് പിൻ ക്ലിയേഴ്സ് ദ കൺട്രോൾ രജിസ്റ്റേഴ്സ് ആൻഡ് പോർട്സ് ആർ സെറ്റ് ഇൻ ടു ദ ഇൻപുട്ട് മോഡ്. അതായത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതൊരു ഇൻപുട്ട് മോഡിൽ കട്ട് ചെയ്യും, ഇൻപുട്ട് മോഡിലേക്ക് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഇനീഷ്യലൈസിങ് ദ പോർട്സ് ടു ഇൻപുട്ട് മോഡ്, ദിസ് ഈസ് ഡൺ ടു പ്രിവെൻറ്റ് സർക്യൂട്ട് ബ്രേക്ക് ഡൗൺ. ഇനീഷ്യലൈസിങ് ദ പോർട്ട് ടു ഇൻപുട്ട് മോഡ് ഇസ് ഡൺ ടു പ്രിവെൻറ്റ് സർക്യൂട്ട് ബ്രേക്ക്. അതായത് സർക്യൂട്ട് ബ്രേക്ക് ഡൗൺ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും ഇത് സെറ്റായി കഴിഞ്ഞാൽ. ആസ് ഇൻ ദ കേസ് ഓഫ് റീസെറ്റ് കണ്ടീഷൻ, ഇഫ് ദ പോർട്സ് ആർ ഇനീഷ്യലൈസ്ഡ് ടു ഔട്ട്പുട്ട് മോഡ് ദെൻ ദീസ് ആർ എക്സിസ്റ്റ് ചാൻസസ് ഡിസ്ട്രക്ഷൻ 8255 അലോങ് വിത്ത് ദ പ്രോസസർ. അതായത് റീസെറ്റ് കണ്ട പോർട്സ് ആർ ഇനീഷ്യലൈസ്ഡ് ടു ഔട്ട്പുട്ട് മോഡ് ആണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് ചാൻസസ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് 8255 അലോങ് വിത്ത് ദ പ്രോസസർ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് റീസെറ്റ് കണ്ടീഷനിൽ ഇഫ് ദ പോർട്സ് ആർ ഇനീഷ്യലൈസ്ഡ് ടു ഔട്ട്പുട്ട് മോഡ് ദെൻ ദർ എക്സിസ്റ്റ് ചാൻസസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് 8255. അതായത് എന്തിനുള്ള ചാൻസ് ഉണ്ട്, ഔട്ട്പുട്ട് മോഡിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രക്ഷൻ 8255 ഡിസ്ട്രക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തുമായിട്ട്, പ്രൊസസ്സറുമായിട്ട് ഡിസ്ട്രക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഔട്ട്പുട്ട് മോഡിലാണെങ്കിൽ. ഇൻപുട്ട് മോഡിലാണെങ്കിൽ എന്താണ്, പ്രിവെൻറ്റ് ചെയ്യും, എന്തിനെ, സർക്യൂട്ട് ബ്രേക്ക് ഡൗണിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B കൺട്രോളാണ്. ദീസ് ടു ഗ്രൂപ്പ്സ് ആർ ഹാൻഡിൽഡ് ബൈ CPU ആൻഡ് ഫങ്ഷൻസ് അലോങ് ടു കമാൻഡ് generated by CPU. The CPU sends control word to group A and group B control, and their turn sends to appropriate command to their respective port. As we have discussed,
that group A has been access to port A higher order bits of port C, and with group B control B and with lower bits of port C. അതായത് എന്താണ്, കൺട്രോൾ സിഗ്നൽ ടു ഗ്രൂപ്പ് വാസ് ഹാൻഡിൽഡ് ബൈ ദ സി പി യു ആൻഡ് ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു കമാൻഡ് ജനറേറ്റഡ് ബൈ ദ സി പി യു. അതായത് സി പി യു എക്സെപ്റ്റ് ചെയ്യുന്ന കമാൻഡുകളെ നമ്മൾ യൂസ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് എ ആയിട്ട് രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് എയിൽ പോർട്ട് എയും പോർട്ട് സിൻ്റെ ഹയർ ബിറ്റും, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് പോർട്ട് ബിയും പോർട്ട് സിയുടെ ലോവർ ബിറ്റ്സുമാണ് അതിലെന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ IO മോഡ് കൺട്രോൾ വേർഡാണ്. ഇതിൻ്റെ കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത് D7 എന്ന് പറയുന്ന IO BSR മോഡാണ്. അതുപോലെ D6ഉം D5 എന്ന് പറയുന്നത് പോർട്ട് എ ആണ്. D4 എന്ന് പറയുന്നത് പോർട്ട് എ 0 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ടായും പോർട്ട് 1 ആണെങ്കിൽ ഇൻപുട്ടായിരിക്കും. അതുപോലെ തന്നെ D3 എന്ന് പറയുന്നത് പോർട്ട് സി അപ്പറാണ്. 0 ആണെങ്കിൽ ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യും, 1 ആണെങ്കിൽ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യും. D2 എന്ന് പറയുന്നത് പോർട്ട് ബി ആണ്. 0 ആണെങ്കിൽ മോഡ് 0 ആയിട്ട് വർക്ക് ചെയ്യും, 1 ആണെങ്കിൽ മോഡ് 1 ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പോർട്ട് ബിയിൽ D1 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്താവും, ഔട്ട്പുട്ടായിട്ട് വർക്ക് ചെയ്യും, 1 ആണെങ്കിൽ ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യും. പോർട്ട് സി ലോവർ ആണ് D0 എന്ന് പറയുന്നത്, അത് എന്താണ് 0 ഔട്ട്പുട്ടായിട്ടും 1 ഇൻപുട്ടായിട്ടും വർക്ക് ചെയ്യും. അതായത് ഓരോ ബിറ്റുകളും ചിലപ്പോൾ ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യും, ചിലപ്പോൾ ഔട്ട്പുട്ടായിട്ട് വർക്ക് ചെയ്യും, ചിലപ്പോൾ മോഡ് 0 ആയിട്ട് വർക്ക് ചെയ്യും, ചിലപ്പോൾ മോഡ് 1 ആയിട്ട് വർക്ക് ചെയ്യും. അതൊക്കെ ഈ സിഗ്നൽസ് 1 ആണോ 0 ആണോ എന്നുള്ളതിനനുസരിച്ചിരിക്കും ഈ കൺട്രോൾ വേർഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പോർട്ടുകൾ 24 പിൻസാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് 4 പോർട്ടാണുള്ളത്. 4 പോർട്ടിന് പറയുമ്പോൾ 8 എണ്ണം വെച്ചിട്ട് 24 പിൻസാണ് ഉണ്ടാവുക. 8 പിന്നുകളുള്ള 3 എണ്ണമാണ് ഉണ്ടാവുക. അതിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, 3 ports are port A, port B and port C. They have 8 lanes, but the 8 bits of port C are divided into 2 groups. അതായത് 4 ബിറ്റ്സ് ഉള്ള 7 to 4ഉം അതുപോലെ 3 to 0ഉം ഉള്ള 2 എണ്ണമായിട്ട് എന്ത് ചെയ്യാണ്, ലോവറും ഹയറുമായിട്ട്. ദീസ് ആർ ഗിവൺ ആസ് പോർട്ട് സി ലോവർ IE PC3 to PC0. അതുപോലെ തന്നെ പോർട്ട് അപ്പർ എന്ന് പറയുന്നത് PT7 to PC4. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് 12 പിൻസ് ഈച്ച് ഓഫ് ദിസ് ഇൻ ദ ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. ഇതെല്ലാം കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് എയിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലും ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിൻ്റെ മോഡുകൾ എന്ന് പറയുന്നത് 2 modes in which 8255 can be programmed as follows: bit rate reset mode, IO mode, the bits of port C set reset BSR mode, bit set reset mode. The other mode of 8255 input output mode is further classified into mode 0, mode 1, mode 2. അതായത് ഈ മോഡ് 0, മോഡ് 1, മോഡ് 2 എന്നൊക്കെ പറയുന്നത്, മോഡ് 0 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ മോഡ് 1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വിത്ത് ഹാൻഡ് ഷേക്കിംഗ് ആണ്. മോഡ് 2 എന്ന് പറയുന്നത് ബൈലാട്രൽ ഹാൻഡ് ഷേക്കിംഗ് ആണ്. അങ്ങനെ എന്താണ് 2-3 മോഡുകളായിട്ടാണ് നമ്മൾ, ഒന്നുകിൽ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ് അല്ലെങ്കിൽ IO മോഡ്. അതുപോലെ തന്നെ പോർട്ട് സീനെ നമ്മൾ 8055നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും മോഡ് 0, മോഡ് 1, മോഡ് 2 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇൻപുട്ട് ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 3 ആയിട്ട് തരംതിരിച്ചത്. അതാണ് മോഡ് 0, മോഡ് 1, മോഡ് 2. ഓക്കെ, ഇത്രയാണ് ഒന്നാമത്തെ ഇൻ്റർഫേസിങ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.